തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ ചില പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറും അമ്മ ശ്രീധവും നിഗൂഢമായ മനസ്സുള്ള ആളുകളാണെന്ന് പോലീസ് പറയുന്നു. തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ വിളിച്ചു. ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഈ ഹരികുമാർ. ഈ പൂജാരിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഓരോ ദിവസവും എന്തോരം വാർത്തകളാണ് ഇങ്ങനെ വരുന്നത്. എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കുക? ആ 2 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നത് ഈ അമ്മ ഉൾപ്പെടെ പങ്കെടുത്തിട്ടാണ്. വാർത്തകൾ വരുന്നത് പോലെയൊന്നുമല്ല ഇതിൻ്റെ സത്യങ്ങളുള്ളത്. ഈ അമ്മക്ക് ഇതിൽ കൃത്യമായുള്ള പങ്കുണ്ട്. ഈ ഒരു മരണപ്പെട്ട 2 വയസ്സുള്ള കുട്ടിയുടെ അമ്മാവനായ ഹരികുമാറാണ് ഇപ്പോൾ പോലീസിൻ്റെ അറസ്റ്റിലായിട്ടുള്ളത്. പക്ഷേ ഈ അമ്മ നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഈ ഒരു മരണപ്പെട്ട കുട്ടിയുടെ അമ്മ, 2 വയസ്സുള്ള കുട്ടിയുടെ അമ്മയും അതോടൊപ്പം അമ്മയുടെ സഹോദരൻ ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങളാണ്. അവരുടെ ചാറ്റുകളൊക്കെ പോലീസ് പരിശോധിച്ചു നോക്കുമ്പോൾ അന്തം വിട്ടുപോയി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ബാലരാമപുരത്താണ് ഇന്നലെ വ്യാഴാഴ്ച ഒരു രാവിലെ സമയത്ത് 2 വയസ്സുള്ള കുട്ടിനെ കാണാനില്ല എന്നുള്ള പരാതി. ആകെ കരച്ചിൽ. അച്ഛൻ്റെയും അമ്മയുടെയും, അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങിയ കുട്ടീനെ കാണാനില്ലെന്ന് അമ്മ, അമ്മയുടെ കൂടെ കിടന്നുറങ്ങിയ കുട്ടീനെ കാണാനില്ലെന്ന് അച്ഛൻ. ആകെ പരാതി, ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെ ആളുകളൊക്കെ വന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ആ വീട്ടിലെ റൂമിൽ തീപിടുത്തത്തിന് അടയാളങ്ങളുണ്ട്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടിൻ്റെ മണ്ണെണ്ണൊക്കെ ആകെ കെടുത്തിയിട്ടുള്ള അതിൻ്റെ മണം വരുന്നുണ്ട്. പിന്നെ തൂങ്ങി മരിക്കാൻ വേണ്ടി 2-3 ഹുക്കുകൾ ഇങ്ങനെ കയറി കെട്ടി തൂക്കിയിട്ടുണ്ട്. ആകെ കൂടി ദുരൂഹത. എല്ലാവരും അന്വേഷിക്കുന്നു. പക്ഷേ ഈ അമ്മയുടെ മുഖത്തൊരു തെല്ലും സങ്കടമില്ല. സ്വന്തം കുഞ്ഞിനെ കാണാൻ സങ്കടങ്ങൾ. ഓരോരുത്തരും ഇങ്ങനെ കുറ്റപ്പെടുത്തിയും കൊണ്ട് സംസാരിക്കുകയാണ്. എല്ലാവരുടെ ചിഹ്നവും ഈ പറച്ചിലും ഈ അച്ഛൻ്റെ നേരക്കാണ്. കാരണം ഈ അമ്മയും അച്ഛനും തമ്മിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ഇവരൊരു വാടക വീട്ടിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് താമസിക്കുന്നവരാണ്. നായർ കുടുംബമാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ 39 ലക്ഷം രൂപ മോഷണം പോയി എന്ന് പറഞ്ഞ് പോലീസിൽ പരാതിയൊക്കെ കൊടുത്തു നോക്കി. പരാതി റിട്ടേൺ കംപ്ലൈൻറ്റ് ചെയ്താൽ പറഞ്ഞപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞ് മുങ്ങി. അപ്പം തന്നെ അത് വ്യാജ പരാതിയാണെന്ന് പോലീസിന് ബോധ്യമായി. അത്തരമൊരു വീടാണ്. ഈ വീട്ടിൽ ഈ ഒരു കുട്ടിയുടെ, ഈ ഒരു മരണപ്പെട്ട കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ 14 ദിവസം മുൻപാണ് മരിച്ചത്. അപ്പം അതിൻ്റെ ചടങ്ങൊക്കെ നടക്കുന്ന കാരണം ഇവരുടെ ഈ സ്ത്രീയുടെ ഭർത്താവ്, പിണങ്ങി നിൽക്കുന്ന ഭർത്താവ് ഇങ്ങനെ ചടങ്ങായതുകൊണ്ട് വന്നതാണ്. അപ്പം എല്ലാവരുടെ ഇതും പോകുന്നത് ഈ കാണാതായ കുട്ടിയുടെ അച്ഛനിലേക്കാണ് എല്ലാവരും സംശയത്തിൻ്റെ വിരൽ ചൂടുന്നത്. അങ്ങനെ DYSP നോക്കുമ്പോഴാണ് ഈ കിണറിൻ്റെ അവിടെ ഒരു ആൾമറയുടെ അവിടെ എന്തോ ഒരു മാറ്റം മൂപ്പർക്ക് തോന്നി. അവിടെ കുറേ തുണികളൊക്കെ ഇട്ടിരുന്നു. അതൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ കിണറ്റിൽ പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അങ്ങനെ നോക്കിയിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി. ഫയർഫോഴ്സ് നോക്കുമ്പോൾ ആ 2 വയസ്സുള്ള ആ ഒരു കുട്ടിയുടെ മയ്യത്ത് ആ ഒരു കിണറ്റിൽ കിടക്കണം. പോലീസ് ആകെ ഷോക്കായി. ഈ 2 വയസ്സുള്ള കുട്ടി, ഉറങ്ങിക്കിടക്കുന്ന കുട്ടി എന്തായാലും നടന്നു പോയിട്ട് ആ ആൾമറയുള്ള കിണറ്റിൽ പോയി ചാടില്ല. അപ്പോൾ ആരോ കൊണ്ടിട്ടതാണ്. ആരാണ് കൊണ്ടിട്ടത്? അമ്മ പറയുന്നു അച്ഛൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയിരുന്ന കുട്ടിയാണ്. അച്ഛൻ പറയുന്നു അല്ല, അമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇവർക്കൊരു മൂത്ത കുട്ടീൻ്റെ 8 വയസ്സുള്ള ഒരു പെൺകുട്ടി പറഞ്ഞ് രാത്രി 2 മണിക്ക് ആരോ വരുന്നത് നിഴലിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അത് ആരുടെ നിഴലാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒരു ആണാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ ആകെ ദുരൂഹതയായി. മണിക്കൂറുകൾക്കകം പോലീസ് ഈ കള്ളനെ പിടിച്ചു, ഇതിൻ്റെ കൃത്യം ചെയ്ത ഒരാളെ. അപ്പോൾ ഈ ഒടുവിൽ പോലീസ് ഓരോരുത്തരെ സെപ്പറേറ്റ് ആയിട്ട് ചോദ്യം ചെയ്തു. എന്നിട്ട് ഇയാൾ അങ്ങനെ പറഞ്ഞല്ലോ, മറ്റാൾ ഇങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ പോലീസ് ഇങ്ങനെ കുറേ നുണകൾ പറഞ്ഞു നോക്കി. അങ്ങനെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയും അമ്മയുടെ സഹോദരൻ ഹരികുമാറും തമ്മിൽ ഒരിക്കലും പാടില്ലാത്ത ബന്ധമാണ്. എന്നിട്ട് അവരുടെ ചാറ്റ്. അപ്പോൾ അവൻ്റെ ചില ആവശ്യങ്ങൾ ഈ സ്ത്രീ എന്ത് ചെയ്യണില്ല, ഇപ്പം സമ്മതിക്കണില്ല. അതിൻ്റെ ദേഷ്യത്തിന് അവൻ ഈ കുഞ്ഞിനെ രാവിലെ 6 മണിക്ക് ഉറങ്ങിക്കിടക്കണ ഈ കുഞ്ഞിനെ എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് കിണറ്റിൽ കൊണ്ടുപോയിട്ടാണ് അത്രേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേറെ മുറിവുകളൊന്നുമില്ല. ശ്വാസം മുട്ടി, വെള്ളത്തിൽ ഇതിനുള്ളിൽ ലെൻസിൽ വെള്ളം കയറിയിട്ടാണ് ഈ കുട്ടി മരണപ്പെട്ടെന്നുള്ളത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ 150ഓളം കുട്ടികളാണ് ദാമ്പത്യ പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങളുമായിട്ടും കൊന്നുകളഞ്ഞത്. കഴിഞ്ഞ 1 വർഷം മാത്രം 23 കുട്ടികൾ എങ്ങനെ കൊന്നിട്ടുണ്ട്. പല കേസുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നേരെ ചെന്ന് ചാടുന്നത് കുട്ടികളെ മേത്ത് കാണും. ഇപ്പം ഇന്നലെ മഞ്ചേരിയിൽ മിനി എന്ന പേരുള്ള ഒരു സ്ത്രീ ഈ പ്രസവം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ പ്രസവിച്ചത്. ആ പ്രസവിച്ചിട്ട് 90 കഴിഞ്ഞിരിക്കുകയാണ്. 90 കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. ഇന്നലെ ഈ സ്ത്രീ എന്ത് ചെയ്തു? സ്വന്തം കുട്ടീനെ ബാത്റൂമിലെ ബക്കറ്റിൽ മുക്കി കൊന്നിട്ട് ഈ പെണ്ണ് ജീവനൊടുക്കി. ഇത് നമ്മുടെ മലപ്പുറം മഞ്ചേരി നടന്ന സംഭവം. അത് കാരണം ഈ പെണ്ണൊരു കത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഭർത്താവ് പ്രസവം കഴിഞ്ഞിട്ട് സാധാരണ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോലും ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. അത് വരാൻ ഡേറ്റൊക്കെ ഉറപ്പിച്ചതാണ്. ആരുമായിട്ടും ഒരു പ്രശ്നങ്ങളും അവർക്കില്ല.
സന്തോഷമായിട്ട് കഴിയുന്ന ഒരു ഫാമിലി. പക്ഷെ ആ വീട്ടുകാരറിയാത്തൊരു രഹസ്യം ആ പെണ്ണിനുണ്ടായിരുന്നു. അതായത് ഈ പെണ്ണിൻ്റെ കാഴ്ചശക്തി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ പറയാണ്, കത്തെഴുതി വെച്ചിക്കാണ്, ഇക്ക് നിൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല, എൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ നോക്കുക, എൻ്റെ കുഞ്ഞിനെ നോക്കുക, കുഞ്ഞിനെ ഇട്ടേച്ചു കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് പാല് കൊടുക്കാനൊന്നും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കോ ഹസ്ബൻഡിനോ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാനും കുഞ്ഞും പോവുകയാണ്, ആരും എന്നോട് വിരോധം തോന്നരുത്, ഹസ്ബൻഡിനോട് വിരോധം തോന്നി എന്നോട് ക്ഷമിക്കണമെന്ന് കത്തെഴുതി വെച്ചിട്ട് ഈ പെണ്ണുണ്ട് ജീവനൊടുക്കി. ആ പാവം കുഞ്ഞെന്ത് പിഴച്ചോടോ, 3 മാസം. ഇതൊക്കെ ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിരിക്കണമെങ്കിൽ അപ്പോൾ ആ ഒരു സ്വന്തം സഹോദരിയോട് ഇമാതിരി തമാടിത്തരം കാമം തോന്നുന്ന അവനൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ 6-ആം നൂറ്റാണ്ട് ആരൊക്കെ മറുപടി പറയണമായിരുന്നു. മതം ഒരു പ്രശ്നമാണ്, അവൻ്റെ മതപ്രവാചകന്മാർ പ്രശ്നമാണ്, അറേബ്യ പ്രശ്നമാണ്, 6-ആം നൂറ്റാണ്ട് പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും ഇല്ല. ഇമാതിരി തമാടിത്തരം ചെയ്തിട്ട് ഇപ്പോൾ അവൻ്റെ ഇംഗിതങ്ങൾക്ക് താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ കുഞ്ഞിനെ എടുത്ത്, ജീവനുള്ള ആ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിഞ്ഞ് ഇവൻ. പക്ഷേ ഈ അമ്മനെ പോലീസ് പിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ആ കൃത്യത്തിൽ ഇപ്പോൾ നേരിട്ട് അമ്മക്ക് പങ്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആ അമ്മക്ക് കൃത്യമായിട്ട് പങ്കുണ്ട്. ആ അമ്മ ഇവൻ്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിന്നിരുന്നത് ഈ പെണ്ണാണ്. ഈ സഹോദരൻ ഇപ്പോൾ അറസ്റ്റിലായ ഹരികുമാറിൻ്റെ എല്ലാ ക്രൈമിനും അവൻ്റെ പല വഴിവിട്ട ബന്ധങ്ങൾക്കും കൂട്ടു നിന്നിരുന്നത് കാമുകി പോലെ നടക്കുന്ന ഈ സ്വന്തം സഹോദരിയാണ്. ഈ ഒരു കുഞ്ഞിനെ കാണാനായിട്ടും അമ്മയുടെ മുഖത്ത് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ഇവർ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന്. ആ വീട്ടുകാർ ഇവളെ ഒഴിവാക്കി, ഇവരെടുത്തില്ല. ഇപ്പൊ സർക്കാരിൻ്റെ എന്താ പറയുക, മഹിളാ മന്ദിരത്തിലാണ് ആ പെണ്ണ് താമസിക്കണത്. അപ്പോൾ ആ പെണ്ണിനെ വീട്ടുകാർ ഉപേക്ഷിക്കണമെങ്കിൽ ആ വീട്ടുകാർക്ക് കുറേയൊക്കെ അറിയുന്നുണ്ടാവും. ആ വീട്ടുകാർക്ക് 59 ലക്ഷം രൂപയുടെ കടണ്ടത്രേ. ഒരു വീട് അവർക്കില്ല, ഒരു സ്ഥലം അവർ വാങ്ങിയിട്ടില്ല, എവിടെയെങ്കിലും കെട്ടിടം പണിയുന്നില്ല. പിന്നെ ഇത്രയും ലക്ഷങ്ങൾ എവിടെ നിന്ന് ഈ കടം വന്നത്? എന്തൊക്കെയോ ദുരൂഹതകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തായാലും സ്വന്തം സഹോദരിയോട് ഇങ്ങനെയൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ അതിന് ഇവിടുന്ന് ഒരു സപ്പോർട്ടിങ് അവിടുന്ന് ഉണ്ടായിട്ടല്ലേ സംഭവിക്കുന്നത്. ഒരു സപ്പോർട്ടിങ് ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടേ? ഇതൊന്നും വൺ വേ അല്ലല്ലോ. ഇതൊക്കെ പറയുന്നത് നമ്മളൊരു ഏതാണെങ്കിലും മൊറാലിറ്റി എന്ന് പറയുന്നൊരു സാധനം, ധാർമ്മികത നമ്മുടെ ലൈഫിലില്ലേ? ലോകത്തെ ഏറ്റവും നീച മൃഗം മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഇരുകാലുള്ള മൃഗമാണെന്ന് മാത്രം. നമുക്ക് കുറേ നിയന്ത്രണങ്ങളും അച്ചടക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളോളം പ്രാകൃതമായൊരു സ്വഭാവം വേറെ ആർക്കും ഉണ്ടാവില്ല. കുടുംബം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമ്മൾ കുറേ മതചിട്ടകളും നിയമങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇതൊക്കെ നല്ലപോലെ കൊണ്ടുനടക്കാനാ. അതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മളൊരു നേരം പുലരാത്തവരോ അതിൽ 6-ആം നൂറ്റാണ്ടിൻ്റെ ആളുകളൊക്കെ ആയിട്ട് പരിഹസിക്കും. പക്ഷെ ഇപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്നലെ കേട്ട വാർത്ത, ഇടുക്കിയിൽ 14 വയസ്സുള്ള 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രസവിച്ചു ഒരു ആൺകുട്ടിയെ. പിന്നിൽ നിന്നത് ആരാണ് ഗർഭത്തിന് ഉത്തരവാദി? 8-ാം ക്ലാസ് പഠിക്കുന്ന ബന്ധുവായ ഒരാൾ. എവിടെ നമ്മുടെ ലോകം? സ്വന്തം സഹോദരിൽ നിന്ന് ഗർഭം ധരിക്കുന്ന ഒരു വാർത്ത പുത്തരിയല്ലാത്തൊരു കാലത്താ. ഇതാണ് വിവേകാനന്ദൻ പറഞ്ഞത്, ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല, ഇത് ഭ്രാന്താലയമാണ്, ഭ്രാന്താലയം. അദ്ദേഹം എത്ര ദീർഘദൃഷ്ടിയുള്ള ഒരു മനുഷ്യനാണെന്നറിയോ? ഇതിങ്ങനെയാണ് കേരളം എന്നുള്ളത് കൃത്യമായിട്ട് ജാതി തമ്മിലുള്ള വിവേചനം കാരണം അന്ന് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത്. അത് ഇന്ന് പുലരാണ്. നമ്മുടെ ഭരണീയരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നും കേൾക്കുന്ന വാർത്തകൾ ഇങ്ങനെ. സ്വന്തം കുടുംബത്തിൽ മതചിട്ടകളും മതശാസനകളും ധാർമ്മികതയും പുലർത്തിയാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറ. ശരിക്കും അമ്മനെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. ഇത് ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടെത്തിക്കാൻ അമ്മ ഒരു കാരണമാണല്ലോ. അപ്പം അമ്മനിപ്പോൾ നിലവിൽ പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല. പക്ഷെ 2 പേരെയും 2 റൂമിലാക്കിയിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് കള്ളികളൊക്കെ വിളിച്ചെത്തായത്. പച്ച കള്ളങ്ങളാണ് ഈ വീട്ടുകാർ പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഇവർ പറഞ്ഞിട്ടുണ്ടാക്കി ഈ ഒരു കുട്ടീനെ കാറിടിച്ചിട്ട് കുട്ടി ഇങ്ങനെ പറന്ന് വീണ് അത് അറിഞ്ഞിട്ട് ആ അമ്മ ആകെ മുത്തശ്ശി ആകെ സങ്കടത്തിലായിട്ട് മുത്തശ്ശി പോയി കിണറ്റി ചാടി. പച്ചക്കള്ളം ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരിൽ നിന്ന് കാശ് പിരിച്ചിടുന്നവർ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിക്കാൻ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങണം. ഇങ്ങനെ കടം വാങ്ങാൻ മാത്രം എന്താണ് ഇവർക്കുള്ളത്? ഈ ഹരികുമാറിന് ഇപ്പോൾ പറഞ്ഞത് മാനസിക രോഗമാണെന്നാണ്. എന്ത് ക്രൈം ചെയ്യുമ്പോഴും പിന്നെ ഓനെ മാനസിക രോഗിയാക്കി രക്ഷപ്പെട്ട് ആ ഉമ്മാനെ കൊന്ന ആശിക്ക് മനോരോഗി, അതേപോലെ മുടിയൻ മനോരോഗി, പിന്നെ നമ്മുടെ ആ ചെന്താമര മനോരോഗി. എന്ത് തെറ്റ് ചെയ്തിട്ടും പിന്നെ മനോരോഗിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓനക്ക് രക്ഷയാണ്. കേരളത്തിൽ സത്യത്തിൽ ഭരിക്കുന്നവർക്കും മനോരോഗമാണ്. പണ്ടൊരു കഥ ഉണ്ട്, ഒരു നാട്ടിലുള്ള എല്ലാവർക്കും ഭ്രാന്തായി, രാജാവിന് മാത്രം ഭ്രാന്തില്ല. നോക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞ രാജാവിനാണ് ഭ്രാന്ത് എന്ന്. കാരണം ഭ്രാന്തുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ ഞങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്നുള്ളത്. ഭ്രാന്തില്ലാത്ത രാജാവിനെ നോക്കിയിട്ട് ഓനക്ക് ഭ്രാന്താണ്. അവസാനം ഏതോ ഒരു കുളത്തിൽ കുളിച്ചതാണ് എല്ലാവർക്കും ഭ്രാന്താവാൻ കാരണം. അങ്ങനെ നാട് മൊത്തം ഭ്രാന്തായി. രാജാവ് ആകെ സങ്കടപ്പെട്ട് രാജാവും പിന്നെ എന്ത് ചെയ്തു? ആ കുളത്തിൽ നിന്ന് കുളിച്ച്. അപ്പം മൊത്തം 100% ഭ്രാന്തായി. അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ആ രാജാവിൻ്റെ ഭ്രാന്ത് മാറിയെന്ന്.
അപ്പോൾ മൊത്തം ഭ്രാന്താണ്. എന്ന പോലെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ആർക്കും ഈ ഒരു നിലക്കലും നോർമലായൊരു മനുഷ്യനില്ലാത്തൊരു കാലത്തിലേക്ക് മാറി. ഇതൊക്കെ നമുക്ക് ഇതെന്താ ലിബറൽ ആശയങ്ങളല്ലേ? വിദ്യാർത്ഥികൾ എന്തെങ്കിലും ചെയ്താൽ അതോരൊക്കെ പാവങ്ങളല്ലേ, ഓരോ നമുക്കുണ്ട് കൂട്ടാ, അങ്ങനെ എന്ത് തമ്മാടിത്തരം ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലിബറൽ ചിന്താഗതി. ഫലം എന്താ ഉണ്ടാവുന്നത്? ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുക. ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കിയ സമയത്ത് ഭൂമിയിൽ ആദ്യം ഇറങ്ങിയത് ഏത് സ്ഥലത്താണ് എന്നുള്ളതാണ്. പല പല വിശ്വാസങ്ങളുണ്ട്. ഞാൻ 2 സ്ഥലങ്ങൾ പറയാം. ഇതിപ്പോൾ കിതാബിൽ രേഖകളായിട്ടല്ല, നമ്മൾ അങ്ങനെ വിശ്വസിക്കപ്പെടുന്നതാണ്. ഒന്ന് ശ്രീലങ്കയിലാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്, മറ്റൊന്ന് ഇന്ത്യയിലാണ്. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.